നമസ്കാരം. അടുത്തിടെയായി വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറിയെന്ന് പറയുന്നത് പോലെയാണ് LDFിൻ്റെ PR വർക്കുകൾ. ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ലെന്ന് മാത്രമല്ല കണക്കിന് ട്രോളും വാങ്ങിക്കൂട്ടുകയും ചെയ്തു. അതിലേറ്റവും ഒടുവിലത്തേതായിരുന്നു MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥയിൽ ഒരു വയോധികനെത്തി പെൻഷൻ വാങ്ങുന്ന വീഡിയോ. സോമനസാലെ പോയി പെൻഷൻ പണം വാങ്ങിയതല്ലെന്നും ചിലർ തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി പണം നൽകിച്ച് വീഡിയോ എടുത്തതാണെന്നും വയോധികനായ മൊയ്തീൻ പറഞ്ഞതോടെ CPM ആകെ നാണം കിട്ടും. ഇതോടെ CPMനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിരിക്കുകയാണ് നടനും സംവിധായകനുമായ ജോയി മാത്യു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം. ആ കുറിപ്പിങ്ങനെ: ബാലുശ്ശേരിയിലെ നാടക ബാലപാഠങ്ങൾ, സംഗീത നാടക അക്കാദമിയും സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളും ഉള്ളപ്പോൾ അതിൽ നിന്നും പഠിച്ചിറങ്ങിയ ഏതെങ്കിലും പാർട്ടി അടിമകളായ നാടകക്കാരെ വെച്ച് സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ബാലുശ്ശേരിയിലെ പെൻഷൻ നാടകം കുറച്ചുകൂടി നന്നായേനെ. ചിലപ്പോൾ അന്തർദേശീയ നാടകോത്സവങ്ങളിൽ ബഹുമതിക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. നാടകമറിയാത്ത ഏതോ PR അടിമ സംവിധാനിച്ചതാവാനാണ് വഴി. ഒന്നാമത് സ്ക്രിപ്റ്റ് ഒട്ടും നാടകീയത ഇല്ലാത്തതായിപ്പോയി. പെൻഷൻ കിട്ടിയ വയസ്സിൻ കഥാപാത്രം പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് അരങ്ങിലേക്ക് വേച്ചു വരണമായിരുന്നു. കൈപിടിച്ച് നടത്താൻ കൊച്ചുമക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പുതുതലമുറയുടെ ഒരു സിംബോളിക് ഇഫക്റ്റ് കിട്ടുമായിരുന്നു. വയസ്സിൻ കഥാപാത്രത്തിൻ്റെ ആഹാര്യം അഥവാ വേഷവിധാനം ശരിയായില്ല. ഷർട്ടിടാതെ തലയിൽ ഒരു പാളത്തൊപ്പി ഘടിപ്പിക്കേണ്ടതായിരുന്നു. കയ്യിൽ വാച്ച് പാടില്ലായിരുന്നു. ഡബിൾ മുണ്ടിന് പകരം മുഷിഞ്ഞ തോർത്തമുണ്ടായിരുന്നെങ്കിൽ കസറിയേനെ. അഭിനയം ഗോവിന്ദൻ മാഷ് ഒഴിച്ച് സഹനടന്മാർ ആരും നന്നായില്ല. വയസ്സൻ കഥാപാത്രമാകട്ടെ പഠിച്ച് ഡയലോഗ് മറന്നു. പ്രോംപ്റ്റർ ഉള്ളത് കൊണ്ട് ഒരുവിധം രക്ഷപ്പെട്ടു. നാടകത്തിന്റെ അന്ത്യരംഗം കുറച്ചുകൂടി ഉജ്ജ്വലമാക്കാമായിരുന്നു. വയസ്സൻ കഥാപാത്രത്തിന് സൈഡ് കർട്ടന്റെ മറവിൽ കൂടി ഒരു ചുവന്ന കൊടി കൊടുക്കുകയും അയാൾ പാടുവിട്ടത് പൊക്കി ഇനി ഞാനും നിങ്ങളുടെ പാർട്ടിയില്ല എന്ന് പറയുമ്പോൾ കൂടെയുള്ള കൊച്ചുകുട്ടി ഞാനുമുണ്ട് അപ്പൂപ്പ എന്ന് പറഞ്ഞ് കൊടിയുടെ വടി തൊടുമ്പോൾ ഉണരുവിൻ സഖാക്കളെ എന്ന മറ്റുള്ള ഒരു അടിപൊളി BGM കൂടെ വേണ്ടിയിരുന്നു. കർട്ടൻ വീഴുന്നതിന് മുൻപ് രംഗത്തുള്ള എല്ലാവരും വയസ്സൻ പിടിച്ചു പൊക്കിയ കൊടിയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന പോസിൽ ഫ്രീസ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, താൻ കൊടുത്ത കാശ് ഗോവിന്ദൻ മാഷ് തിരിച്ചു തന്നത് എണ്ണി നോക്കിയില്ലല്ലോ എന്ന ആകുലഭാവം പ്രധാന കഥാപാത്രത്തിന്റെ മുഖത്ത് വരാൻ പാടില്ല. നിസ്സാരമായ ഈ പിഴവുകളുണ്ടെങ്കിലും സ്വാഭാവിക അഭിനയത്തിന് ഒരു സ്പെഷ്യൽ അവാർഡിന് ശുദ്ധഹൃദയനായ ഗോവിന്ദൻ മാഷ് അർഹനാണ്. നാടകങ്ങൾ ഇനിയും വേണം. നാടകമാണല്ലോ നാടിൻ്റെ അകം. നാടകങ്ങളിലൂടെ വളർന്ന പാർട്ടിയാണല്ലോ നമ്മുടെ പാർട്ടി എന്ന ബോധം പാർട്ടി നാടകക്കാർക്ക് മിനിമം ഉണ്ടായിരിക്കുകയും വേണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അതേസമയം സംഭവത്തെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ: ആക്ഷൻ, ഒരു പൊതി ഗോവിന്ദൻ മാഷ്ക്ക് കൊടുക്കുന്നു. UDFിനെതിരെ ഡയലോഗ് പറയുന്നു. മാഷ് പൊതി തിരികെ പോക്കറ്റിലിട്ട് കൊടുക്കുന്നു. കട്ട്. സിനിമയുടെ പേര് പണിപാളി. സംവിധാനം MV നികേഷ് കുമാർ എന്നാണ് സന്ദീപ് വാര്യരുടെ കുറിപ്പ്. കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ CPMന്റെ വികസന മുന്നേറ്റ ജാഥ എത്തിയപ്പോൾ ഒരു വയോധികനെത്തി 2000 രൂപ പോക്കറ്റിൽ നിന്നും എടുത്ത് MV ഗോവിന്ദന് നൽകിയ കാഴ്ചകൾ വൈറലായിരുന്നു. സർക്കാരിൽ നിന്ന് പെൻഷൻ കിട്ടിയ തുകയാണെന്നും UDF സർക്കാർ വന്നാൽ പെൻഷൻ ഇനി കിട്ടില്ലെന്ന് പറഞ്ഞാണ് മൊയ്തീൻ പണം നൽകിയത്. ഗോവിന്ദൻ ആ പണം തിരികെ മൊയ്തീൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ സോമനസാലെ പോയി പെൻഷൻ പണം നൽകിയതല്ലെന്നും ചിലർ തന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി പണം നൽകിച്ച് വീഡിയോ എടുത്തതാണെന്നും മൊയ്തീൻ പറയുന്നു. ഒരു UDF അനുഭാവി വയോധികൻ്റെ അടുത്തെത്തി എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് മനസ്സറിഞ്ഞ് ചെയ്തതല്ല, പാർട്ടിക്കാർ പറഞ്ഞതുകൊണ്ട് ചെയ്തു എന്നാണ് വയോധികൻ പറഞ്ഞത്. ഇതോടെ MV ഗോവിന്ദൻ മാഷിൻ്റെ ജാഥയിലെ PR പൊളിഞ്ഞു എന്ന പ്രചരണമാണ് ശക്തമായിരിക്കുന്നത്.